പിന്നെ ഇതൊരെണ്ണം നമുക്ക് കസ്റ്റമർ ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട്. 2 ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു മുടിവിളാണ്. നമസ്കാരം കൂട്ടുകാർ, ഡിജിറ്റൽ ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ആണ്. നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് എടുത്തിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ്. നമ്മൾ ഇതേ മോഡൽ തന്നെ നമുക്കിവിടെ മാർക്കറ്റിലൊക്കെ ആംപ്ലിഫയറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സാധനമല്ല ഈ ഒരു ഐറ്റം, നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നത് തന്നെയാണ്. അത് കസ്റ്റം ചെയ്ത് കസ്റ്റമറുടെ ആഗ്രഹം എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ ഈ സാധനം അസംബിൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും സഹകരണമൊക്കെ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മളിപ്പോൾ വീഡിയോ നല്ല രീതിക്ക് തന്നെ നമ്മളിപ്പോൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ പറയണു. നമുക്ക് വർക്കുകളൊക്കെ പതുക്കെ ഞാൻ ഒതുക്കി വെച്ച് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. കുറേ പേര് നമ്മുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നല്ല നല്ല വീഡിയോകളും അതുപോലെ പുതിയ പുതിയ അറിവുകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആംപ്ലിഫയർ പരിചയപ്പെടാം. അപ്പോൾ ഇത് സോണി എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട. സോണി എന്നുള്ളതൊക്കെ വെറുതെ എഴുത്ത് മാത്രമാണ്. ബാക്കിയുള്ളിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെയാണ്. അത് എല്ലാ ആംപ്ലിഫയറും JBL സോണി എന്നുള്ളതൊക്കെ നമുക്ക് ഏത് വാല്യൂ ആണെങ്കിലും നമുക്കിവിടെ അടിക്കാം. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ വരുന്നത്. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജിൽ നമ്മളിവിടെ ഒരു പവർ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഒരു US മൊഡ്യൂളാണ്. ഇത് നമ്മുടെ പകാരിയുടെ മൊഡ്യൂളാണ്. പിന്നെ നമ്മുടെ വോളിയം കൺട്രോളായിട്ട് വരുന്നത് ഫസ്റ്റത്തെ കൺട്രോള് സബിൻ്റെ കൺട്രോളാണ്. പിന്നെ വരുന്നത് ലെഫ്റ്റ് റൈറ്റിൻ്റെ വോളിയം. ഈ വോളിയത്തിൻ്റെയാണ് ഈ ബേസും ട്രിബിളും വരുന്നത്. നമ്മളിവിടെ സബിൻ്റെ ഗെയിനും ഇവിടെ കൊടുത്തിട്ടില്ല. അത് ഞാൻ ഇവിടെ കറക്റ്റാക്കി ചെയ്തിട്ടുണ്ട്. പ്രീസെറ്റിൽ കറക്റ്റ് അലൈൻ ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സെയിം പാനൽ തന്നെയാണ്. നമ്മൾ റേറ്റ് കുറവിന് മേടിക്കുന്ന ഒരു പാനൽ തന്നെയാണത്. പിന്നെ ഇത് വണ്ടിയിലത്തെ ആംപ്ലിഫയറാണ്. നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മാക്സിമോയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ പറ്റുകയാണെങ്കിൽ ഇടാം. നോക്കട്ടെ, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാം. ഇനി നേരെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ് കാണാം. ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പവർ സപ്ലൈ തന്നെ തുടങ്ങാം. നമ്മളൊരു 5 ആംപിയർ കിട്ടുന്ന രീതിയിലുള്ള ഒരു പവർ സപ്ലൈ ആണിത്. 27 ഒരു 5 ആംപിയർ കിട്ടുന്ന രീതിയിലാണ് ഈ പവർ സപ്ലൈ ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ്. നല്ല കലാപില്ലാത്തൊരു കലാപില്ലാത്തൊരു വോൾട്ടേജ് ഔട്ട്പുട്ട് തന്നെയുണ്ട്. പിന്നെ നമ്മളിവിടെ പവർ ആമ്പായിട്ട് എടുത്തിരിക്കുന്നത് 7294 ആണ്. 7294 നമ്മൾ ഫിൽട്ടർ അടക്കം വരുന്ന ഒരു ബോർഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് 1-2 പേരുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് കിട്ടാത്ത കാരണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നല്ല കൃത്യമായിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ 7 ഇഞ്ചിൻ്റെ ഒരു ഹീറ്റ് സിങ്ങും നല്ല ഹെവി ആയിട്ടുള്ള ഇത് മോഫറിൻ്റെ ഹീറ്റ് സിങ്ങാണ്. നമ്മളിവിടെ 7294 ഇത് ഉപയോഗിക്കുന്നത്. ഇത് സിംഗിൾ IC വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹീറ്റ് പോകുന്ന രീതിയിലാണ് ഈ ഹീറ്റ് സിങ് ഉള്ളത്. ആംപ്ലിഫയർ അങ്ങനെ വെട്ടിപ്പഴുക്കില്ല. പിന്നെ ഞാനിതിൽ ചൂസ് ചെയ്യാൻ പോകുന്ന ഓഫർ 8 ohm ആണ്. അതുകൊണ്ട് തന്നെ ആംപ്ലിഫയർ മണിക്കൂറുകളോളം വർക്ക് ചെയ്താലും അങ്ങനെ ഹീറ്റിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നോർമൽ ടെമ്പറേച്ചറിൽ അങ്ങനെ നിൽക്കുള്ളൂ, ഹീറ്റ് കയറില്ല. നമ്മളിവിടെ 4 ohms സബ് ഓഫർ ഉപയോഗിക്കുകയാണെങ്കിലാണ് നമുക്ക് ആ ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് 8 ohm സബ് ഓഫറാണ്. പിന്നെ അതുപോലെ നമ്മളിതിൽ കൂളർ ഫാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ നമ്മളിവിടെ നല്ല രീതിക്ക് തന്നെ ഇതിനെ ഫിൽറ്ററൊക്കെ നല്ലപോലെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നത്. കറക്റ്റ് ആ ഓഫറിന് ടോൺ ചെയ്ത് തന്നെയാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന IC ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്തു. ഇവിടെ എല്ലാം 324 ആയിരുന്നു. ആ IC ഞാനിവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ നമ്മളിപ്പോൾ TLO 74 ആണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ അടുത്ത ഓൾട്ടറിങ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ പവർ സപ്ലൈ നമ്മളിവിടെ സ്റ്റേബിൾ ആക്കണം. അല്ലാന്ന് വെച്ചാൽ IC ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മളിവിടെ കൊടുക്കുന്ന സപ്ലൈ അങ്ങനെ തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത്. പിന്നെ 2K2 അല്ലെങ്കിൽ 3K3 വഴിയാണ് കപ്പാസിറ്റർ വഴി ഈ ICയിലേക്ക് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം വോൾട്ടേജ് ഒരു 20 റേഞ്ചിലൊക്കെ വോൾട്ടേജ് വരും. അപ്പോൾ 20-25 നമ്മളിവിടെ വോൾട്ടേജ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും വോൾട്ടേജ് കൊടുക്കരുത്, IC പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു സെനറിട്ട്
കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ പവർ സപ്ലൈയുടെ കപ്പാസിറ്റി ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ഇവിടെ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് സെനറിട്ട് വോൾട്ടേജ് സ്റ്റേബിളാക്കിയിട്ടാണ് ഞാൻ ഈ IC ലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിന് യാതൊരു ഡ്രോപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ക ബേസാണ്. പിന്നെ ഞാൻ ആ വരുന്ന ഇതിൽ ബോക്സൊക്കെ വളരെ ചെറുതാക്കിയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കറക്റ്റ് മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ബോർഡ് ഞാൻ ടൂൺ ചെയ്ത് പക്കയൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയൊക്കെയാണ് നമ്മുടെ 7294 വന്നിട്ടുള്ളത്. പിന്നെ ഏകദേശം ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 വാട്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് പവർ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഗെയിൻ സ്റ്റേജ് വഴിയാണ് അത്രയും ഒരു ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നമുക്കൊരു 80 വാട്ടൊക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ചെക്ക് ചെയ്തതാണ്. ശരിക്കും ഇതിൻ്റെ ഈ ഗെയിൻ സ്റ്റേജ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വളരെ കുറവ് കിട്ടുള്ളൂ. നമുക്കൊരു 50 വാട്ടൊക്കെ പവർ കിട്ടാം. അപ്പോൾ ഇവിടെ ഈ ഗെയിൻ സ്റ്റേജ് ഉള്ളതുകൊണ്ടാണ് ഈ ICക്ക് ഇത്രയും പവർ എടുക്കുന്നത്. ഇനി നമുക്ക് നേരെ നമ്മുടെ ചാനൽ ബോർഡായിട്ട് ഞാൻ ഇവിടെ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് 7388 4 ചാനൽ IC ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് യൂണിവേഴ്സൽ ഓഡിയോസിൻ്റെ ഒരു 4 ചാനൽ ആംപ്ലിഫയറാണ്. ഞാൻ ഈ ആംപ്ലിഫയർ അവരെ നല്ലപോലെ മേടിക്കാറുണ്ട്. അത്യാവശ്യം നല്ലൊരു ആംപ്ലിഫയറാണ്. നമുക്കൊരു ചാനലിൽ ഏകദേശം 25 വാട്ടൊക്കെ നല്ല രീതിക്ക് ഔട്ട്പുട്ട് എടുക്കും. പിന്നെ ഇതിൽ കുറച്ചും കൂടി ഓൾട്ടറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി പവർ നമുക്ക് കൂടുതൽ കിട്ടും. കുറച്ചുകൂടിയും ഒരു ഗെയിൻ സ്റ്റേജൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഔട്ട്പുട്ട് മാറും. ഒരു 40 വാട്ടിൻ്റെ അടുത്തേക്കൊക്കെ ഈ ICയുടെ ഔട്ട്പുട്ട് ചേഞ്ച് ആവും. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ 2 ഔട്ട്പുട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, 2 സിഗ്നൽ എടുത്തിട്ടില്ല. നല്ലൊരു IC തന്നെയാണ്. നമ്മുടെ LM4440 ഓഡിയോ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഔട്ട്പുട്ടും നല്ലത് ഈ ഒരു ICക്കാണ്. വാട്ടും കൂടുതലാണ്. മറ്റേത് നമുക്കൊരു 20 വാട്ടിൻ്റെ അടുത്താണ് പവർ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നോർമലി തന്നെ ഒരു 25 വാട്ട് നല്ല രീതിക്ക് തന്നെ ഔട്ട്പുട്ട് എടുത്ത് തരുന്നുണ്ട്. അപ്പം ഇത്രയാണ് നമ്മുടെ ചാനൽ വരുന്നത്. ഇത് നമുക്ക് 2 ചാനലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കസ്റ്റമർ 2 സ്പീക്കറും ഒരു സബ്ബാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഭാവിയിൽ ആൾക്ക് 2 സ്പീക്കറും കൂടി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ATC-BT ആണ്. നമ്മളിതിനെ നല്ലപോലെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഈ ഓൾട്ടർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഈ ഐഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഓൾട്ടറിങ് ഒക്കെ കഴിഞ്ഞ് പക്ക ഇതിലേക്ക് മാച്ചിങ് ആവുന്ന രീതിയിൽ അതിലിപ്പോൾ ഓവലിൻ്റെ 2 പൈനിയറിൻ്റെ സ്പീക്കറാണ് വെക്കുന്നത്. അപ്പം അതിന് കണക്കാക്കി തന്നെ ഞാൻ ഈ ബോർഡ് നല്ലപോലെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പവർ സപ്ലൈ ബേസിൻ്റെ സ്റ്റേജും ഞാൻ മാറ്റി. അതേപോലെ തന്നെ ഈ ട്രിബിളിലുള്ള ഈ സംഭവം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പകാരിയുടെ മൊഡ്യൂളാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കൺട്രോളല്ലാതും എൽക്കോണ്ട തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൽക്കോൺ കൺട്രോളാണ് അത്യാവശ്യം നല്ല കൺട്രോളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് ചെറിയൊരു ഓഡിയോ ടെസ്റ്റ് കേൾക്കാം.